ആയതുകൊണ്ട് തന്നെ വളരെ ചെറിയൊരു മിമിക്രിയിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. റെഡിയാണോ? റെഡിയാണോ? എവിടെ കേൾക്കുന്നില്ലല്ലോ? ചെണ്ട. ഈ ചെണ്ടന്റെ വേറൊരു വലിയൊരു സാധനം ഉണ്ട്, ഒരു തമ്പോല എന്ന് പറയും. കേട്ടില്ലേ തമ്പോല? അപ്പൊ ഈ സ്കൂളിലുള്ള കുട്ടികളൊക്കെ ഭയങ്കര താളബോധമുള്ള ആളുകളാണ്, രക്ഷിതാക്കൾ ഇതൊക്കെയാണ് അറിയാൻ പറ്റിയത്. കറണ്ട് പോയി കഴിഞ്ഞാൽ ആകെ സ്വൈപ്പായി പോകും. അപ്പൊ ഈ ജനറേറ്റർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ശബ്ദം ഉണ്ട്. നേരം അവിടെയാണ് ജനറേറ്റർ ഇറക്കിയത്. അത് സ്റ്റാർട്ട് ചെയ്ത് ഞാൻ കണ്ട ഒരു കയർ കൊണ്ടൊക്കെ പിടിച്ചിട്ട് വലിച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. അതിങ്ങനെയാണ്. സ്റ്റാർട്ടായിട്ടില്ല. സ്റ്റാർട്ടായാലും കൈയടിച്ചോളില്ല. ഇങ്ങനെയായിരിക്കും. ഇതിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അയർ കുടിക്കേണ്ടത് ഓഫ് ആകുമ്പോൾ ശബ്ദം മാറും. അതെങ്ങനെയാണ്? ഇങ്ങനെയായിരിക്കും. ഒറ്റ മിനിറ്റ്. വണ്ടി ഇങ്ങനെ പാറിക്കൊണ്ട് കയ്യടിച്ചോളിട്ട് വേദറുണ്ടാ. ഇങ്ങനെയായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ കുട്ടികളൊക്കെ സ്കൂളിലേക്ക് പോണ സമയത്ത് നമ്മൾ വാട്ടർ ബോട്ടിലിൽ വെള്ളം നിറച്ചു കൊടുക്കും അല്ലേ? ഈ വാട്ടർ ബോട്ടിലിൽ വെള്ളം നിറയ്ക്കുമ്പോൾ വെള്ളം ഇങ്ങനെ പൊന്തി വരുമ്പോണ്ടാണ് ചെറിയൊരു ശബ്ദമുണ്ട്. അതെങ്ങനെയാണ്? ഇങ്ങനെയായിരിക്കും. ഞാനിപ്പോ മുടി വെട്ടിയിട്ട് നേരം കേട്ടാ ഓടി പോകുന്നത്. ബാർബർ ഷാപ്പിൽ കുറച്ച് നേരം നിന്നപ്പോൾ ഒരു കാര്യം മനസ്സിലായി. മുടി വെട്ടുന്ന ശബ്ദം എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ഒരു സിമ്പിൾ പരിപാടിയാണ്. മോനൊന്ന് വന്നേ, ഒരു കൈയുടെ അടുത്ത് കരുവാ. അപ്പൊ ഫേമസ് ആയി. അപ്പൊ പെട്ടെന്ന് മുടി വാ. ഇത് മുടി വെട്ടുമ്പോൾ ചെറിയൊരു ശബ്ദമുണ്ട്. ഇപ്പുറത്ത് പടന്നോ? ഓക്കെ, ഞാൻ അളകരുത്തേ. കഴിഞ്ഞില്ല. ഇങ്ങനെ ഉണ്ടാവുക. പക്ഷെ ഇത് മുടി വെട്ടല് കുറവ്. അപ്പൊ മെഷീൻ വെക്കല ട്രിമ്മർ. അതെങ്ങനെ അറിയോ? ഇങ്ങനെയായിരിക്കും. ഒറ്റ മിനിറ്റ് കൈയടിച്ചോളി. താങ്ക് യു. പോയിക്കോ. ആദ്യം ആൺപ്രാവിന്റെ ശബ്ദം കേൾപ്പിക്കാം. ഇങ്ങനെ ഉണ്ടാവുക. പക്ഷെ തൊട്ടടുത്ത് പെൺപ്രാവ് വന്നിരിക്കുകയാണ്. എങ്ങനെ അറിയോ? നിങ്ങളെ വീട്ടിൽ കൊണ്ട് വരും, നിങ്ങളെ കാണിച്ചു തരാന്ന്. ഈ താറാവിന്റെ ശബ്ദം ഇതുപോലെ തന്നെ നമ്മൾ നേരം വെളുക്കാൻ നേരത്തെ കേൾക്കല്ലോ, കുയിൽ നാദം. കുയിലിന്റെ ശബ്ദം ഇങ്ങനെയാണ്. ഇങ്ങനെയായിരിക്കും. ഒറ്റ മിനിറ്റ് അടിച്ചോളി. അതുപോലെ തന്നെ നമ്മള് ഈ പണ്ടൊക്കെ നേരത്തെ, ഇപ്പോഴാണ് ഈ മിമിക്രിയിലൊക്കെ 10 വർഷമായിട്ട് മിമിക്രിയിൽ സജീവമായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ പല പണിക്ക് പോയിരുന്ന ആളാണ്. ഈ സെൻട്രിങ്ങിന്റെ വാർപ്പിന്റെ ഒക്കെ പണിക്ക് പോയി കഴിഞ്ഞാൽ അവിടുന്ന് ഈ ഒരു എക്സോപ്ലൈനർ തരും. ഇത് കുറച്ചുകൂടി കമ്പി മുറിക്കാൻ പറയും, ഓരോ സാധനങ്ങൾ മുറിക്കാൻ പറയും. അപ്പൊ ഈ എക്സോപ്ലൈനർ കൊണ്ട് നമ്മളൊരു PVC പൈപ്പ് കട്ട് ചെയ്യുമ്പോഴുള്ള ചെറിയൊരു ശബ്ദം ഉണ്ട്. അതെങ്ങനെ അറിയാം? ഇങ്ങനെയായിരിക്കും. ഈ ബ്ലേഡോട് ഞാൻ അലുമിനിയം ചാലാണ് കട്ട് ചെയ്യണമെങ്കിൽ ശബ്ദം മാറും. ഇങ്ങനെയായിരിക്കും. ഇത് പ്ലൈവുഡ് കട്ട് ചെയ്യണം. ഇങ്ങനെ അറിയാം. ഇങ്ങനെയായിരിക്കും. ഈ മുറിച്ചിട്ട സാധനം നമ്മൾ എവിടെയും കൂടി തുളച്ച് ഫിറ്റ് ചെയ്യൂലേ? തുളയ്ക്കുന്ന സാധനത്തിന്റെ പേരെന്താ? ഡ്രില്ലിംഗ് മെഷീൻ. ഡ്രില്ലിംഗ് മെഷീനോട് തുളയ്ക്കുമ്പോഴുള്ള ശബ്ദം ഇങ്ങനെയാണ്. ഇങ്ങനെയായിരിക്കും. പക്ഷെ ഇത് തുരുമ്പ് പിടിച്ച ഇരുമ്പ് കപ്പിയാണെങ്കിൽ ഇതിന് ശബ്ദം മാറും. അതെങ്ങനെയാണ്? ഇങ്ങനെയായിരിക്കും. ഒറ്റ മിനിറ്റ് കൈയടിച്ചോളി.